ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് കറിയും പത്തിരിയും. അടിപൊളിയല്ലേ പത്തിരി എന്ന് പറയുന്നത്? ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പത്തിരിക്ക് പറ്റിയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഓവർ എരിവ് അങ്ങനെ ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇതാ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി നെയ്യും എല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. എനിക്ക് എല്ലുള്ളതൊന്നും കിട്ടിയില്ല, പക്ഷേ നെയ്യുള്ളത് കിട്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു സവോള, ഒരു 1/2 കിലോയിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവ് പറയുന്നത്. ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില ഉണ്ടെങ്കിൽ കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നാരങ്ങ നീര് ഒഴിക്കണേക്കാളും കുറച്ചും കൂടി നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് എപ്പോഴും വിനാഗിരി ഒഴിക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി കേട്ടോ. ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഈ നേരത്ത് കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പത്തിരിയുടെ കറിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകാർ തന്നെ തീരുമാനിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ഞാനൊക്കെ ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ടേക്കുന്നത്. എല്ലാതും അല്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓരോ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ 1/2 ടീസ്പൂൺ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് അത് മാറ്റം വരുത്തുക. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് കയ്യിൽ വെച്ചിട്ടൊക്കെ വലിയ ഷോക്കൊക്കെ കാണിച്ചു. പക്ഷേ എനിക്ക് കയ്യിൽ വെച്ചിട്ടൊന്നും ശരിയാവില്ല. നല്ല കൈകൊണ്ട് കൂട്ടി തിരുമ്മിയാലാണ് എനിക്ക് ആ റെസിപ്പി നല്ല തൃപ്തി വരും. തൃപ്തി എന്നല്ല കേട്ടോ, എന്നുവെച്ചാൽ നല്ല അമർത്തി കൈ ഞരടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് അതിലേക്കൊക്കെ പിടിക്കുക. എനിക്ക് എപ്പോഴും അത് ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. കൂട്ടുകാരെ ഇഷ്ടത്തിന് ചെയ്യുക. ചിലവർക്കെങ്കിലും കൈ ചിലപ്പോൾ ഫുഡിൽ മുട്ടണ്ടോ അങ്ങനെയൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കിയാൽ മതി, അത് വേറെ കാര്യം. പിന്നെ ഇത് ആ കയ്യിൽ കൂടെ ഒരു ഇത്തിരി വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് അടച്ച് അടുപ്പത്തേക്ക് വെച്ചു. ഓരോ ബീഫിനും വ്യത്യസ്ത വേവാണ്. ചിലപ്പോൾ നല്ല മൂത്തതാവും കിട്ടുക. അപ്പോൾ ഒരു 5-8 വിസിലോ 10 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ഒട്ടും മൂക്കാത്തതാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടിച്ചാലും നമുക്ക് വേവും. അങ്ങനെയാണ് ബീഫിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 5-8 വിസിലൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിക്കുള്ള വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് ഇതൊരു കലത്തിൽ വെള്ളം ഉപ്പിട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു പാത്രത്തിൽ പത്തിരി പൊടി എടുക്കണം കേട്ടോ. ഞാനൊരു 3-4 കപ്പ് പൊടി എടുത്തിട്ട് അതിൽ പത്തിരി ഉണ്ടാക്കി. ഇന്ന് എന്തായാലും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ എൻ്റെ മക്കളെ ഈ പത്തിരിയെ കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ചോറ് തൊടില്ല ഒരാളും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ കുറേ കാലമായി ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കാരണമാണ്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ റെസിപ്പി കാണാൻ വേണ്ടി മാത്രമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കത്തി വയ്ക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് റെസിപ്പിയുടെ ഭാഗം മാത്രം നോക്കുക. പിന്നെ ഷോർട്ട് വീഡിയോയും ഞാൻ ഇതിൻ്റെ 2 സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. 1 മിനിറ്റ് അല്ലേ ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പത്തിരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല. എനിക്ക് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് എപ്പോഴും പത്തിരി നല്ല അടിപൊളിയായിട്ട് കിട്ടാറ്. ഞാൻ ആദ്യമേ തുടങ്ങി അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ കൂട്ടുകാർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ചപ്പാത്തി ബസ്സിൽ ചെയ്യണത് എങ്ങനെയാണെന്നുള്ള മെത്തേഡ് മാത്രമാണ് ഇവിടെ പത്തിരിയുടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പം ഞാൻ തുടങ്ങട്ടെ കേട്ടോ. അപ്പം ഞാൻ ഓർമ്മയില്ലാണ്ട് നമ്മുടെ ഈ പിടിക്കണ കമ്പി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആ വെള്ളം പിടിച്ചത്. പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ ആ പിടുത്തം ഉണ്ടല്ലോ. അപ്പോൾ ആദിത്യം പറയാണ്, ഈ അമ്മയ്ക്ക് എല്ലാ സാധനങ്ങളും കിട്ടി ഉപയോഗിക്കാൻ അറിഞ്ഞൂടല്ലോ എന്ന്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒക്കെ പഠിച്ചോളും, പഠിക്കേണ്ട, കുറച്ച് ആകുമ്പോൾ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഇത് ഓർത്തപ്പോൾ ഈ ഒരു സംഭവം കയ്യിൽ പിടിച്ചിങ്ങാട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദിത്യൻ്റെ സൂത്രമൊക്കെ അതിൻ്റെ ഇടയിൽ കാണാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെള്ളമൊക്കെ ആദ്യത്തിനാണ് കേട്ടോ ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അതാ ഇതേപോലെ വെള്ളം ഒഴിച്ച് നമുക്കറിയാലോ ഒരു കുഴയ്ക്കണത് ഒരു കുറച്ച് വല്ലാണ്ട് ഫുള്ളായിട്ട് നനയാൻ പാടില്ല, കുറച്ച് പൊടിയൊക്കെ അതിലുണ്ടാവണം. ആ ഒരു വിധത്തിൽ നനച്ച് മൂടി വയ്ക്കുക. കുറച്ചൊന്ന് ചൂടാറിക്കോട്ടെ, നമ്മുടെ കൈ നമുക്ക് കുഴയ്ക്കാൻ പറ്റണ്ടേ, ആ ഒരു പരുവത്തിലാവണ്ടേ. അപ്പോൾ അതാ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണും ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, പക്ഷേ ഈ ഒരു കറിക്ക് ജീരകം ഇടുന്നതാണ് ടേസ്റ്റ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തോന്നൊന്ന് നോക്കി ഒരു ഉരുളക്കിഴങ്ങ് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടന് ഇവിടെ ഇഷ്ടമില്ല ബീഫ്, എന്തിലും കഷ്ണം ഇടുന്നത് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് കഷ്ണം ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കണതാണ്. അപ്പോൾ ഇനി അതും കൂടി വെച്ചിട്ട് ഒരു വിസിലോ 1-2 വിസിലോ ഒന്ന് അടിക്കണം. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം.
നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നാളികേരപ്പാൽ ആവണ പോലെ അത്രയും പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പക്ഷേ നാളികേരപ്പാൽ പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല ബീഫ് കറിയിലേക്ക്. നമ്മൾ ചിക്കനിലൊക്കെ അല്ലേ കൂടുതൽ അങ്ങനെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ വറുത്തട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തത്. ഞങ്ങൾ പണ്ട് തൃശ്ശൂരായിരുന്നപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പത്തിരിയും ബീഫ് കറിയൊക്കെ തരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ആ രീതിയിൽ എനിക്ക് അന്നൊന്നും ഉണ്ടാക്കാൻ അറിയണ്ടായില്ല. ഇപ്പോൾ ഒക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാ ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും നാളികേരക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ആ പച്ചമണം മാറാനൊന്ന് ആക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു 3-4 മിനിറ്റൊക്കെ വേണ്ടി വരും. ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് കൂടുതലും ഞാൻ കുക്ക് ചെയ്യുക. കൂടുതലും ചിലപ്പോൾ മാത്രമാണ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഒരു പച്ചമണമൊക്കെ മാറി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും തിളച്ച് കുറേ ഇങ്ങനെ കുറുതാവൊന്നും വേണ്ട. എല്ലാതും നല്ല കുറുതായി റെഡി ആയിരിക്കണതല്ലേ. പിന്നെ ഇത് രണ്ടും തമ്മിലൊന്ന് യോജിക്കണം, അത്രേ വേണ്ടോ. വേറെ പ്രത്യേകതയൊന്നും ഇതിനില്ല. പിന്നെ അതിലേക്ക് ഞാൻ നിറയെ മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. ഒരിത്തിരി വെള്ളം ഒഴിച്ചു കേട്ടോ. ആ കുക്കറൊന്ന് കഴുകിയിട്ട്, കുക്കർ കഴുകിയിട്ടെന്നൊക്കെ പറയുമ്പോൾ ചിലവരെങ്കിലും കളിയാക്കൂല. അതിലേക്ക് ഇത്തിരി മസാലപ്പൊടിയും ഉപ്പും പോരായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ആഡ് ചെയ്തു. പിന്നെ നിറയെ മല്ലിയില ഇട്ടു. ഇവിടെ മല്ലിയിലൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ മല്ലിയിലൊക്കെ ഇടും കേട്ടോ. ആദ്യം എനിക്ക് കണ്ടുകൂടാത്ത സാധനമായിരുന്നു ഈ മല്ലിയില എന്ന് പറയുന്നത്. എനിക്കും ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു, കണ്ടുകൂടാത്തതായിരുന്നു. പക്ഷേ പിന്നീട് തിരിച്ച് ഉപയോഗിച്ച് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ അതാ ബീഫ് കറി റെഡിയായി, അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പത്തിരിപ്പൊടി നനച്ചതൊക്കെ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. പിന്നെ കയ്യൊക്കെ ഒന്ന് കഴുകി വീണ്ടും അത് കുഴയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഒന്നിച്ചാവുമ്പോൾ നമുക്ക് കുഴയ്ക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ്. കൂടുതലാവണമെങ്കിൽ വീട്ടിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയില്ലേ, പത്തിരിയൊക്കെ നല്ലോണം ഓടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പകുതിയാക്കി കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ പൊള്ളണ ആ പരുവം കഴിഞ്ഞിട്ട് കുഴച്ചാൽ മതി. വലിയ നിർബന്ധമൊന്നുമില്ല നല്ല ചൂടോടെ കുഴക്കണമെന്നൊന്നും. നമ്മുടെ കൈ ഇങ്ങനെ, നമ്മളിപ്പോൾ പാചകമൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു വിധം ചൂടൊക്കെ സഹിക്കാൻ പറ്റുന്നവരായിരിക്കും കൂടുതൽ വീട്ടമ്മമാരും. അപ്പോൾ അത് കാരണം അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം പിന്നെ ഇതൊക്കെ കുഴയ്ക്കാനായിട്ടുള്ള മെഷീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. പുതിയ കുട്ടികൾക്കൊന്നും വലിയ സീനില്ല. പിന്നെ ആ മെഷീന് ഇത്തിരി അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കണവരൊക്കെ കൂടുതലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ ചപ്പാത്തി പ്രസ്സിൽ ഇത് കുറേ പഴക്കമുണ്ട് കേട്ടോ ഈ ചപ്പാത്തി പ്രസ്. അപ്പം ഞാൻ അന്നേ തന്നെ ഇത് പെട്ടെന്ന് അതിൻ്റെ അത് വിട്ട് പോരുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ചേട്ടാ അത് ഒട്ടിച്ചൊക്കെ തന്ന കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചതിൻ്റെ വല്ലതൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിയിലേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അന്നേ ഈ കവർ ഇങ്ങനെ കെട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മുടെ 50 പൈസയുടെ കവർ കിട്ടില്ല. അതാകുമ്പോൾ ഉള്ളിലത്തെ ആ ഒരു കളറുകളൊന്നും കാണാണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് കാണും. ഇപ്പം ഇങ്ങനത്തെ കവറൊക്കെ കിട്ടാവുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനത്തെ കവർ കെട്ടിയിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ പറ്റി ഇതേപോലെ ഒരു ഉരുള വെച്ചിട്ട് നടുവിൽ വെക്കില്ല, കുറച്ചങ്ങോട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് ഒറ്റ അമർത്തലിന് ശരിയാവും. പിന്നെ വേണമെങ്കിൽ ഒരു അമർത്തലും കൂടി ഒന്ന് തിരിച്ച് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാമെന്ന് മാത്രമുള്ളൂ. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. വല്ലാണ്ട് വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ പോളച്ച് കിട്ടാറില്ല എനിക്ക്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ചെയ്യാറുള്ളത്. ഓവർ വലുപ്പത്തിൽ ഈ ചപ്പാത്തി പ്രസ്സിൽ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലൊന്ന് അമർത്തിയിട്ട് വേറെ പരത്തേണ്ടി വരും. അത് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവർ, ഇപ്പോൾ വലിയ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവാത്തവർക്ക് ഇതേപോലെ കുഞ്ഞൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. തീരെ കുഞ്ഞനൊന്നും അല്ല കേട്ടോ, പൂരിയൊക്കെ വലുപ്പമുണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെ ഞാൻ അത് പ്രസ് ചെയ്യലും ഈ രണ്ട് തട്ട് വയ്ക്കും കേട്ടോ. ആദ്യം നോൺ സ്റ്റിക്കിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഒട്ടിപ്പിടുത്തുണ്ടാവുമല്ലോ, അത് മാറിക്കഴിയുമ്പോൾ അടുത്തത് നമ്മുടെ ചപ്പാത്തിക്കല്ല് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് എടുത്തിടും. അപ്പോൾ ഇതേപോലെ നല്ല പോളച്ച് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. ഞാൻ പിന്നെ അതിലേക്ക് വെച്ച് അപ്പോൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ആൾ നമ്മുടെ ശ്രീകുട്ടനാണ്. എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ അവൻ ഓടി വരും. ചേട്ടന് വരാറ് പതിവ് കേട്ടോ കൂടുതലും. ഇപ്പോൾ അവൻ കൈ കടത്തി അങ്ങനെ ബീഫ് കറി അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവനെ കഴിക്കണത് കൂടി പിടിച്ചോന്ന് പറഞ്ഞു. പിന്നെ എനിക്കും വാരി തന്നു കേട്ടോ. അത് ഞാൻ അടുത്ത വ്ളോഗിലിടാം. ഇത് ഒരു റെസിപ്പി വീഡിയോ പോലെയല്ല, എന്നാലും റെസിപ്പി മാത്രമല്ല ഞാൻ കാണിച്ചാണ്, കുറച്ചൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. റെസിപ്പി മാത്രം കാണിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇനി ബോറടിക്കണമെന്ന് വെച്ചിട്ട് എന്നും ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. അപ്പോൾ ഇങ്ങനെ റെസിപ്പി മാത്രം പറഞ്ഞു പോകുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും കാസറോളിൽ വെച്ച് അടച്ചു വയ്ക്കുക കേട്ടോ, ഹാർഡാവാണ്ടിരിക്കാൻ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിങ്ങനെ സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഷോർട്ട് വീഡിയോകളുണ്ട് നമ്മുടെ ചാനലിൽ, കാണാൻ മറക്കരുത്.